എന്തിനാണ് നരേന്ദ്രമോദി സർക്കാർ ടി.എൻ. സരസു എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് വോട്ട് ചെയ്യണം, അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ അയച്ചിരിക്കുന്നുവെന്ന്? നിങ്ങളുടെ SFI-കാരെന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ കുട്ടികളില്ലേ, അവർ സരസുവിന് കൊടുത്തത്, ഡോക്ടർ സരസുവിന് കൊടുത്തത് ശവക്കല്ലറയാണ് സർ. മാതാ പിതാ ഗുരു ദൈവം. ബാബു സാർ അത് അംഗീകരിക്കുമല്ലോ അല്ലേ? അത് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ആ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഒരുപോലെ കാണണമെന്ന് പറഞ്ഞ് സരസ്വതി ദേവിയുടെ വരദാനമായ വാക്കുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന അധ്യാപികയ്ക്ക് 26 വർഷം ഒരു വിദ്യാർത്ഥി സമൂഹത്തെ പടുത്തുയർത്തിയ ആ വ്യക്തിക്ക് ഇവരുടെ കുട്ടികൾ കൊടുത്ത് എന്താണെന്നറിയാമോ? ശവക്കല്ലറയും 4 റീത്തും. എവിടെയാണ് സാർ നിങ്ങളുടെ ആ കുട്ടികൾക്ക് ആ സംസ്കാരം ആര് പഠിപ്പിച്ചു കൊടുത്തു? സിദ്ധാർത്ഥനെ കൊന്നവർക്ക്, തല്ലിക്കൊന്നവർക്ക് ആ സംസ്കാരം ഉണ്ടാവുള്ളൂ. BCom എഴുതാതെ MCom ജയിച്ചവർക്ക് ആ സംസ്കാരം ഉണ്ടാവുള്ളൂ. ഒറ്റ നോട്ടിൽ നിന്നെ പ്രസവിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ഭരിക്കുന്ന SFI-ക്കും ആ സംസ്കാരം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്കറിയാം. എങ്കിലും ഒന്ന് ചോദിക്കണ്ടേ കൊഴിഞ്ഞാമ്പാറ അങ്ങാടിയിൽ നിന്ന് നിങ്ങളുടെ ഈ നുണയ്ക്ക് മുമ്പിൽ ഞങ്ങളും സംസാരിക്കണ്ടേ? 2 ഒറ്റ കാര്യം കൊണ്ട് പറയട്ടെ ശ്രീ അനിൽ നമ്പ്യാർ, ഇവർ പറഞ്ഞ പ്രസംഗങ്ങൾ, ഇവർ 2 പേര് എനിക്ക് എതിരാ. ഇവർ ഇന്ത്യ മുന്നണിന്റെ ആൾക്കാരാ. ഇവർ 2 പേര് എനിക്ക് എതിരാ. ഞാനപ്പോൾ 2 പേർക്കും മറുപടി കൊടുക്കണം. 2, ഇവർ പറഞ്ഞു ഞങ്ങളെ അധികാരത്തിൽ വന്നതിന് ശേഷം എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഡോക്ടർ ടി.എൻ. സരസുവിൻ്റെ കാര്യം പറഞ്ഞു നിർത്തി. ഞാൻ നേരത്തെ അദ്ദേഹം ഇടപെടുമ്പോൾ ഭാഷ മാറിപ്പോണതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ശവക്കല്ലറ തന്നു, ആ ശവക്കല്ലറയും റീത്തും ഞങ്ങൾക്ക് തന്നപ്പോൾ ടി.എൻ. സരസു എന്ന് പറയപ്പെടുന്ന ഡോക്ടർ ടി.എൻ. സരസുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് ശവക്കല്ലറ തരുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വികസനത്തിന്റെ ബന്ധാവ് തീർത്തു തരാം എന്നുള്ളതാണ്.